അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹാബിഹിൽ ഫായിസീന ബിറില്ലാഹി അജ്മഈൻ. അമ്മാ ബഅദ്. വിശുദ്ധ ഖുർആനിൽ രണ്ടാമതായി അല്ലാഹു തആല പറഞ്ഞിട്ടുള്ള പള്ളി സൂറത്തു തൗബ 108 ആയത്തിലാണ്. മസ്ജിദ് ഖുബ എന്ന പേരിലാണ് ആ പള്ളി അറിയപ്പെടുന്നത്. മദീനയിൽ നിന്നും 3.5 മൈൽ, മദീന മസ്ജിദുൻ നബവിയിൽ നിന്ന് 3.5 മൈൽ പടിഞ്ഞാറു ഭാഗത്തേക്ക് മാറി സ്ഥിതി ചെയ്യുന്ന, മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്ത് മഹാനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പ്രിയപ്പെട്ട സഹാബിയും യാത്ര ചെയ്ത് മദീനയിൽ എത്തുന്നതിന് മുമ്പ് ഖുബായിലാണ് എത്തിച്ചേർന്നത്. ബനു അംർ ബിൻ ഔഫ് ഗോത്രത്തിൻ്റെ താമസ സ്ഥലമായിരുന്നു ആ ഭാഗം. അവിടെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പള്ളി പണിതു. നബിതങ്ങളും കൂടി ആ പള്ളി നിർമ്മാണത്തിൽ പങ്കാളിയായി എന്നുള്ളത് ആ പള്ളിയുടെ പ്രത്യേകതകളിൽ ഒന്നാണ്. മാത്രമല്ല, ആ പള്ളിയെപ്പറ്റി പറയപ്പെടുന്നത് അവ്വലു മസ്ജിദിൻ ഉസ്സിസ അല തഖ്വ എന്നാണ്. തഖ്വയിൽ അധിഷ്ഠിതമായി ഭക്തിയോടുകൂടി നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ പള്ളിയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പരാമർശിക്കുന്ന ഭാഗം ല മസ്ജിദുൻ ഉസ്സിസ അല തഖ്വ മിൻ അവ്വലി യൗം എന്നാണ്. സൂറത്തു തൗബ 108 ആയത്തിലാണ് അള്ളാഹു ഈ കാര്യം പറയുന്നത്. നിശ്ചയമായും ആദ്യ നാൾ മുതൽ എന്ന് പറഞ്ഞാൽ നിർമ്മാണത്തിൻ്റെ തുടക്കം മുതൽ തന്നെ ഭക്തിയിലും തഖ്വയിലും അടിത്തറ പാകിയ ഒരു പള്ളി എന്നാണ് പരിശുദ്ധമായ ഖുബ പള്ളിയെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നത്. മറ്റൊരു പ്രത്യേകത, അവ്വലു മസ്ജിദിൻ ബുനിയ ഫിൽ ഇസ്ലാം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിയോഗത്തിന് ശേഷം ഇസ്ലാം പ്രചരണത്തിൻ്റെ ആ സമയത്ത്, അഥവാ ഇസ്ലാം കടന്നു വന്നതിന് ശേഷം ആദ്യമായി പണി കഴിപ്പിക്കപ്പെട്ട പള്ളിയാണ് മദീനയിലെ ഖുബ പള്ളി എന്ന നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയമായ പള്ളി. ആ പള്ളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, വിശുദ്ധ ഖുർആനിൽ സൂറത്തു തൗബ അതേ ആയത്തിൽ തന്നെ അല്ലാഹു തആല ഒരു കാര്യം പറയുന്നുണ്ട്. ഫീഹി റിജാലുൻ യുഹിബ്ബൂന അൻ യതതഹറു വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ. ഈ പള്ളിയിൽ ഒരു വിഭാഗം പുരുഷന്മാരുണ്ട്. ആ പുരുഷന്മാരുടെ പ്രത്യേകത യുഹിബ്ബൂന അൻ യതതഹറു, അവർ ശുദ്ധീകരണം ഇഷ്ടപ്പെടുന്നവരാണ്. വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ, അള്ളാഹു ആകട്ടെ ശുദ്ധിയുള്ളവരോട് അങ്ങേയറ്റം സ്നേഹമുള്ള ആളാണ്. ഈ ആയത്ത് ഖുബാ നിവാസികളെ പറ്റി, അഥവാ ആ പള്ളിയിൽ താമസിക്കുന്നവരെ പറ്റി അല്ലാഹു തആല അവതരിപ്പിച്ചതാണ്. എന്താണതിന് കാരണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുബാ നിവാസികളോട് തിരക്കി. അന്ന് ആ സമയത്ത് അവർ പറഞ്ഞ മറുപടി ഇന്ന നുത്ബിഉൽ ഹിജാറത ബിൽ മാഇ. വെള്ളം വളരെ കമ്മിയായിരുന്ന, വളരെ ദൗർലഭ്യമായിരുന്ന കാലഘട്ടത്തിൽ മലമൂത്ര വിസർജനം ചെയ്താൽ കല്ലുകൊണ്ട് മാത്രം ശുദ്ധീകരണം വരുത്തിയിരുന്ന ഒരു സമയമാണത്. ആ സമയത്ത് ഖുബാ നിവാസികൾ ശുദ്ധിയിൽ വളരെ താല്പര്യമുള്ളവരും വളരെ ജാഗ്രതയുള്ളവരുമാണ്. അതുകൊണ്ട് തന്നെ ഖുബാ നിവാസികൾ ആ ശുദ്ധീകരണം വരുത്തുന്ന സന്ദർഭത്തിൽ അവർ കല്ലിനോടൊപ്പം വെള്ളവും ഉപയോഗിക്കുമായിരുന്നു. സഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞത് ഇന്ന നുത്ബിഉൽ ഹിജാറത ബിൽ മാഇ, ഞങ്ങൾ കല്ലിനോടൊപ്പം വെള്ളം കൂടി ഉപയോഗിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ പള്ളിയെപ്പറ്റി മാത്രമല്ല പരാമർശം, ആ പള്ളിയിലുള്ള ആളുകളെ സംബന്ധിച്ച് ശുദ്ധിയുള്ളവരാണ് എന്ന് അല്ലാഹു തആല പരാമർശിച്ച സൂറത്തു തൗബയിലെ ഈ സൂക്തത്തിലാണ് അല്ലാഹു തആല രണ്ടാമത്തെ പള്ളിയെ സംബന്ധിച്ച് പ്രതിപാദിച്ചിട്ടുള്ളത്. നമുക്കറിയാം, നമ്മളൊക്കെ മക്കയിൽ ചെന്ന് ഉംറ നിർവഹിച്ചതിന് ശേഷമാണ് മദീനയിലേക്ക് പോകാറുള്ളത് സാധാരണ.
വളരെ വിരളമായി മദീനയിലെ സിയാറത്ത് കഴിഞ്ഞ് മക്കയിലേക്ക് പോകാറുമുണ്ട്. ഏതായിരുന്നാലും ഉംറ എന്ന് പറയുന്നത് മക്കയിലാണ്. പക്ഷെ മദീനയിൽ നമുക്ക് ഉംറയുടെ കൂലി ലഭിക്കുന്ന ഒരു വലിയ പ്രതിഫലം ലഭിക്കുന്ന ഒരു അമലുണ്ട്. മഹാനായ സഹ്ൽ ബിൻ ഹുനൈഫ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം അഹ്മദ്, ഇമാം നസായി, ഇമാം ഇബ്നു മാജ റഹിമഹുമുല്ലാഹ് രേഖപ്പെടുത്തുന്ന ഒരു ഹദീസിൽ നബിതങ്ങൾ പറയുകയാണ്, മൻ തതഹറ ഫീ ബൈതിഹി സുമ്മ അതാ മസ്ജിദ ഖുബാ ഫസല്ല ഫീഹി സ്വലാത്തൻ കാന ലഹു കഅജ്രി ഉംറ. ആരെങ്കിലും വീട്ടിൽ നിന്ന് ശുദ്ധീകരണം വരുത്തി ഒളു ചെയ്ത് ആ ശുദ്ധിയോടുകൂടി പള്ളിയിലേക്ക് പോയാൽ, ഞാൻ നേരത്തെ പറഞ്ഞു ഖുബാ നിവാസികൾ ശുദ്ധിയിൽ വളരെ വാശിയുള്ളവരാണ്, നിർബന്ധ ബുദ്ധിയുള്ളവരാണ്. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ആരെങ്കിലും വീട്ടിൽ നിന്ന് അഥവാ റൂമിൽ നിന്ന് ശുദ്ധി വരുത്തി ഒളു ചെയ്ത് പള്ളിയിലേക്ക് പോയി, സുമ്മ അത്ത മസ്ജിദ ഖുബ, പിന്നെ അയാൾ ഖുബ പള്ളിയിലെത്തി, എന്നിട്ട് ഫസ്വല്ല ഫീഹി സ്വലാത്തൻ, അതിനകത്ത് നമസ്കരിച്ചു, എന്നാൽ കാന ലഹു കഅജ്രി ഉംറ, അള്ളാഹു അവർക്കൊരു ഉംറയുടെ കൂലി കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഈ ഹദീസ് ഖുബ പള്ളിയുടെ മുൻഭാഗത്ത് എഴുതി വച്ചിട്ടുള്ളതായി നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല, ഖുബായിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3.5 മൈൽ അപ്പുറത്തുള്ള മസ്ജിദുൻ നബവിയിൽ നിന്ന് നിൽക്കുന്ന ആ ഭാഗത്തേക്ക് പോയതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാന നബിയു യഅതി ഖുബ യൗമ സബ്ത്, ശനിയാഴ്ച ദിവസം, റാക്കിബൻ വ മാഷിയ, വാഹനം കിട്ടിയാൽ വാഹനത്തിലും ഇല്ലെങ്കിൽ നടന്നായാൽ പോലും നബിതങ്ങൾ എല്ലാ ശനിയാഴ്ചയും ഖുബായിൽ വരുമായിരുന്നു എന്ന് ഇമാം ബുഖാരി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തുകയാണ്. അതിനുശേഷം മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു കൃത്യമായി ശനിയാഴ്ച ദിവസങ്ങളിൽ ഖുബാ പള്ളിയിൽ പോകുമായിരുന്നു. മദീനയിൽ പോയിട്ടുള്ളവർക്കറിയാം, പോകുന്നവർക്ക് മനസ്സിലാകും, അവിടെ സിയാറത്തിന് പോയാലും ഏറ്റവും കൂടുതൽ തിരക്കുള്ളതും ഏറ്റവും കൂടുതൽ വാഹനം നിരനിരയായി പോകുന്നതും ഒരുപാട് ആൾക്കൂട്ടമുണ്ടാകുന്നതും ഖുബായിൽ ശനിയാഴ്ച ദിവസമാണ്. കാരണം ആ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടന്നും വാഹനത്തിലും, ശേഷം മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമർ തങ്ങളും അവിടെ കൃത്യമായി വരാറുണ്ടായിരുന്നു എന്ന് ബുഖാരി റിപ്പോർട്ട് ചെയ്യുമ്പോൾ, ആ ഒരു വലിയ ത്യാഗത്തോടു കൂടി തന്നെ നബിതങ്ങൾ കൃത്യമായി എത്തിയിരുന്ന പള്ളിയാണ് മസ്ജിദ് ഖുബ. ഇത് ഖുർആനിലെ പരാമർശമുള്ള 2ാമത്തെ പള്ളിയാണ്. അവിടെ സന്ദർശിക്കാനും നമസ്കരിക്കാനും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.